പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ഈ 8 മാസത്തിൽ എല്ലാ ദിവസവും അവന്റെ ആ SOP യൂണിറ്റ് പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് സൈൻ ചെയ്യണമെന്ന് അവന്. അതാണ് ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ ആന്റി റോഗിംഗ് സ്ക്വാഡ് ഈ കണ്ടുപിടിച്ചതിന് ശേഷം മനസ്സിലായത് ഈ ഒപ്പിടുന്നതുകൊണ്ടാണ് ഇവൻ വന്നിട്ട് ഒരു ദിവസം 2 ദിവസം പോലും നിൽക്കാതെ പെട്ടെന്ന് പോകുന്നത്. തീർച്ചയായും ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയുടെ പേര് ബിൻസിയ. പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യാണ്. കമ്മീഷണർ ഓഫീസിൽ മിനിസ്ട്രിയിലായിട്ട് ജോലി ചെയ്യാണ് പെൺകുട്ടിയുടെ അമ്മ. തൃശ്ശൂർക്കാരിയാണ്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയാണ്. പക്ഷെ ഈ പെൺകുട്ടി മാത്രമല്ല ഇവിടെ ഉള്ളത്, പെൺകുട്ടി മെയിൻ കണ്ണിയാണ്. ശ്രീ ജയപ്രകാശ്, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഓരോ ദിവസം ഓരോ വാർത്തകൾ പുറത്തു വന്നിരിക്കും. ഇന്ന് പുറത്തു വന്ന വാർത്ത എന്ന് വെച്ചാൽ സിദ്ധാർത്ഥിന് 8 മാസം അവിടെ ഒരു റൂമിൽ ചെന്ന്, അത് ഇരുട്ട് റൂം, ആ റൂമിൽ ഒരു പയ്യൻ കാണും, ആ പയ്യന് മുമ്പിൽ ചെന്നിട്ട് സിദ്ധാർത്ഥ് ഒപ്പിടുമായിരുന്നു ഈ 8 മാസം. ഈ സിദ്ധാർത്ഥ് മരിച്ചിട്ട് ഇപ്പൊ 1 മാസമേ ഉള്ളൂ. അപ്പൊ സിദ്ധാർത്ഥ് 8 മാസം മുമ്പേ SFIയിലാണ് പീഡനം ഏറ്റു എന്നാണ് ഈ വാർത്തകൾ പുറത്തു പറഞ്ഞത്. അതുപോലെ തന്നെ സിദ്ധാർത്ഥിന് ഈ മലയുടെ മുകളിൽ കൊണ്ടുപോയപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറയുന്നത്. ആ പെൺകുട്ടി താങ്കൾ പറഞ്ഞ പെൺകുട്ടിയാണ്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ 8 മാസം ഈ പീഡനം നടന്നപ്പോൾ സിദ്ധാർത്ഥ് ഒരു പ്രാവശ്യം വീട്ടിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്? ഇല്ല. അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ അതിശയം. 8 മാസവും നല്ല പോയതിന്റെ അന്ന് മുതൽ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നടക്കുന്നുണ്ടോ, പീഡനം നടക്കുന്നുണ്ടോ, കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വന്ന് 2-3-4 മാസം കഴിയുമ്പോഴേ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി വരും, അവധിയാണെങ്കിലും. അതാണെങ്കിൽ ഉടനെ പറയും, അമ്മ എനിക്ക് പെട്ടെന്ന് പോകണം, അവിടെ പ്രാക്ടിക്കൽ ഉണ്ട്, കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റൂല, നാളെ പോകണം. പക്ഷെ അതും സന്തോഷമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്തോഷമായിട്ട് പറഞ്ഞാൽ വേറെ ടെൻഷൻ, ചിലപ്പോൾ അവൻ വിചാരിച്ചാണ് നമുക്ക് വേറെ ടെൻഷൻ തരണ്ടാന്ന്. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ഈ 8 മാസത്തിൽ എല്ലാ ദിവസവും അവന്റെ ആ SOP യൂണിറ്റ് പ്രസിഡന്റ് അവിടെ ചെന്നിട്ട് സൈൻ ചെയ്യണമെന്ന് അവന്. അതാണ് ഇപ്പോഴാണ് അറിയുന്നത്. ഇനി പാവം അതുകൊണ്ടാണ് പേടിച്ചിങ്ങനെ പോണം എന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ പോണം, അല്ലെങ്കിൽ പിറ്റേന്ന് വരാം. ചിലപ്പോ 3-4 ദിവസം അവധിക്കായിരിക്കും വരുന്നത്. അപ്പൊ അവൻ പറയും പെട്ടെന്ന് പോണം. ഈ ഒപ്പിടുന്നതായാലും സിദ്ധാർത്ഥ് നേരത്തെ അച്ഛനടുത്ത് അമ്മയടുത്തും പറഞ്ഞിരുന്ന സിദ്ധാർത്ഥ് ഇപ്പൊ നമ്മുടെ കൂടെ കാണുമായിരുന്നു. ഇല്ല, സിദ്ധാർത്ഥ് മുമ്പും അതിന് ശേഷം അല്ല, ഇവിടെ വന്നതിന് ശേഷമാണ്, മുമ്പാണ് ഇവിടെയുള്ള കൂട്ടുകാരടുത്ത് ആരടുത്തും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആന്റി റോഗിംഗ് സ്ക്വാഡ് ഈ കണ്ടുപിടിച്ചതിന് ശേഷം മനസ്സിലായത് ഈ ഒപ്പിടുന്നതുകൊണ്ടാണ് ഇവൻ വന്നിട്ട് ഒരു ദിവസം 2 ദിവസം പോലും നിൽക്കാതെ പെട്ടെന്ന് പോകുന്നത്. സിദ്ധാർത്ഥ് ഈ കാര്യം നേരത്തെ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നല്ലോ. അയ്യോ, അത് ഉറപ്പായിട്ടും വീട്ടുകാർ പറയുന്നത് മാത്രമല്ല, ചിലപ്പോ അവിടുത്തെ ഈ പഠിത്തം തന്നെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. വേണ്ട, പഠിക്കണ്ട, ചിലപ്പോ അടുത്ത കോളേജ് മാറ്റി കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, പഠിക്കണ്ട, ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഭീകര സംഘടന ചേരണമെങ്കിൽ നീ ചേർന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുമായിരുന്നു. അപ്പൊ അവന് ഒരിക്കലും കോളേജ് വിട്ടു വരാൻ താല്പര്യമില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നല്ല ഒരു ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോളേജ് വിടാൻ വയ്യ. അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും. ആ കോളേജിലായിട്ട് അവനൊരു സ്റ്റാർ പോലെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ വളർച്ച അവിടുത്തെ SFIക്കാർക്ക് പിടിച്ചില്ല, അതുകൊണ്ടാണ് ഒരിക്കലും പിടിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ആ SFI എന്നുള്ള ഭീകര സംഘടനയ്ക്ക് ഒരിക്കലും സിദ്ധാർത്ഥിന്റെ ഈ വളർച്ച പിടിച്ചില്ല. അവർ പേടിച്ച കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസവും കൂടെ, ഇപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ അവൻ നല്ല ഒരു പേരെടുത്ത് വന്നു. സെക്കൻഡ് ഇയറിലും സെക്കൻഡ് ഇയറിലായി കഴിഞ്ഞാൽ കുറെ കൂടെ അങ്ങ് പേരെടുക്കും. അടുത്ത തേർഡ് ഇയർ ആയി കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാവരും കൂടെ ഈ സംഘടന എന്നുള്ള വിട്ടിട്ട് യവനിലോട്ട് ചുരുങ്ങും എല്ലാവരും. മനസ്സിലായ? അതായത് യവൻ പറയുന്നതേ കേൾക്കുള്ളൂ. അവനൊരു രാഷ്ട്രീയമില്ല, സംഘടനയില്ല, ഒന്നുമില്ല. അവരെല്ലാവരും ആ കേസിൽ ഈ SFI എന്നുള്ള ഭീകര സംഘടന ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, ആ യൂണിറ്റ് പ്രസിഡന്റും എല്ലാം. അതൊന്ന്. പിന്നെ അവനുമായിട്ടുള്ള അസൂയ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു 6-7 മാസമായിട്ട് അവൻ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ വിചാരിച്ച് ഈ ഡെയിലി വന്ന് ഒപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അങ്ങ് പേടിച്ചു പോകുന്നു. പേടിച്ച് അങ്ങ് അവന് മാനസികമായിട്ട് ഡൗൺ ആയിട്ട് വെറും പഠനത്തിലോട്ട് അങ്ങ് ചുരുങ്ങി അവിടെ അനങ്ങാതിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കത് തെറ്റിപ്പോയി. അതുപോലെ മറ്റൊരു കാര്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ മലമുകളിൽ കൊണ്ടുപോയപ്പോൾ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് താങ്കൾ ഒരു 2 ദിവസം മുമ്പ് മലയാളി വാർത്തയിൽ പുറത്തുവിട്ട് പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി തന്നെ ആയിരിക്കും ഈ പെൺകുട്ടി? തീർച്ചയായും ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയുടെ പേര് ബിൻസിയ. പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യാണ്. കമ്മീഷണർ ഓഫീസിൽ മിനിസ്ട്രിയിലായിട്ട് ജോലി ചെയ്യാണ് പെൺകുട്ടിയുടെ അമ്മ. തൃശ്ശൂർക്കാരിയാണ്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയാണ്. പക്ഷെ ഈ പെൺകുട്ടി മാത്രമല്ല ഇവിടെ ഉള്ളത്, പെൺകുട്ടി മെയിൻ കണ്ണിയാണ്. പക്ഷെ ഇതില് കുറച്ച് സീനിയേഴ്സ് പെൺകുട്ടികളും ഉണ്ട്. അതായത് ഈ സിൻജോയുടെ അവരായിട്ടുള്ള പിടിയാളായിട്ടുള്ള കുറച്ച് സീനിയേഴ്സ് പെൺകുട്ടികളും ഉണ്ട്. അവർക്കൊക്കെ അത്യാവശ്യമാണ്. അത് അവർ പാർട്ടിക്കാരാണ്. അവർക്ക് അത്യാവശ്യമാണ് യവനെ ഒതുക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് കൂട്ടുനിന്നിട്ട് ഈ വിൻസി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിയാണ് ഇതിലെ മെയിൻ കണ്ണി എന്ന് പറഞ്ഞാൽ ഇവനെ വിളിച്ചു വരുത്തി ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഒന്നാമായിട്ട് നിന്ന ഈ പെൺകുട്ടി. ആ പെൺകുട്ടി ഇതുവരെയ്ക്കും ആരും തൊടുന്നില്ല.
തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നില്ല. ആൺകുട്ടികളെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? പെൺകുട്ടികളെ ഈ കുറ്റം ചെയ്യുന്ന പെൺകുട്ടികളെ വെറുതെ വിടണ നിയമമൊന്നുമില്ലല്ലോ. ആണിനും പെണ്ണിനും തുല്യ നിയമമാണല്ലോ. എന്തുകൊണ്ട് പെൺകുട്ടിയെ ഇപ്പൊ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ തന്നെ റിപ്പോർട്ട് വന്നു പെൺകുട്ടികളെ കുറിച്ച്. പെൺകുട്ടിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, പോലീസിനും അറിയാം. എന്തുകൊണ്ട് തൊടുന്നില്ല? അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്തുകൊണ്ട് തൊടുന്നില്ല, അല്ലെങ്കിൽ ഒരു അറസ്റ്റിലോട്ട് അവർ പോകുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത ഒരു ആക്ഷനായിട്ട് പോയേ പറ്റുള്ളൂ. അടുത്തൊരു ആഹ്, എന്താ ഒരു സമരമുറ കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത ആഴ്ച ഇന്നോട്ട് പോകുന്നു, ഉറപ്പായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഗവർണർ അതാണ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും. കാരണം ഇതിന് നമുക്ക് ഒരു മന്ത്രിയുടെ വീട്ടിലും എനിക്ക് നിവേദനമായിട്ട് ഇനി പോകാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഇപ്പൊ ഗവർണർ ഇപ്പൊ ചാൻസലറാണ്, അദ്ദേഹം ചാൻസലറാണ്. എന്ത് കാര്യവും ക്ഷമയോടെ കേട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഗവർണറെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഗവർണർ എങ്ങനെയായാലും ആക്ഷൻ എടുക്കുമല്ലോ. ആക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു അപേക്ഷയും കൊടുത്ത് ഇതിനെ അന്വേഷിക്കണം. പ്രത്യേകിച്ച് CBI അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. ഈ പോലീസിന്റെ അന്വേഷണം അതും നിർത്തിവെച്ചു. അപ്പൊ ഇങ്ങനെ അവരെ നിർത്തിവെച്ച് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. ഇലക്ഷൻ വന്നുകൊണ്ട് ഒരു ഒറ്റ പ്രഖ്യാപനം ഉണ്ടായി, CBI അന്വേഷണം വന്നു, എല്ലാവരെയും വാ അടച്ചങ്ങ് വെച്ചു. പക്ഷെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വാ അടച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത് ഉറപ്പായിട്ടും ഗവർണർ ആദ്യം കാണുന്നു. ഗവർണറെ കണ്ടിട്ട് എനിക്ക് അടുത്ത അതിന്റെ ഒരു സമരമുറയായിട്ട് ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുക. അത് ചിലപ്പം സെക്രട്ടേറിയറ്റിലാവണമെന്നില്ല. ഞാൻ അവിടുത്തെ ഇതിന്റെ ബന്ധപ്പെട്ട മന്ത്രിയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഉറപ്പ് തന്ന മന്ത്രി ആരാണോ ആ വീട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ ആദ്യം പോകുന്നത്. അതിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയോ ഉറപ്പ് പീഡിപ്പിക്കുകയോ. തന്നത് പറയുന്നത് താങ്കൾ പറയുന്ന വെച്ചാൽ മന്ത്രി ഉറപ്പ് തന്നത് കേരള മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരള മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിലായിരിക്കും സമരം. ആവണം. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് തന്ന വേറെ ആരുമല്ല ഉറപ്പ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പോകും. കാര്യം വേറെ ആരും ഉറപ്പ് തന്നില്ല, മന്ത്രി തന്നെയാണ് എനിക്ക് ഉറപ്പ് തന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു സംശയം എനിക്ക് ഉണ്ടായിട്ടില്ല. പോയ ഉടനെ ഒരു ഉറപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴാ മനസ്സിലായത്, ഇലക്ഷൻ ആയപ്പോൾ എല്ലാരെയും വാ അടപ്പിക്കണം. പ്രത്യേകിച്ച് കേരളം മൊത്തം ഒരു നല്ല പ്രക്ഷോഭമായിട്ട് നിൽക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ മതസംഘടനക്കാരും, എല്ലാ ചാനലും, പത്രം, എല്ലാ രീതിയിലും വളരെയേറെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പൊ ഇവർക്ക് വാ മൂടിക്കെട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുടുംബക്കാരെ വാ അടച്ചു വയ്ക്കണം. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മിണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി CBI അന്വേഷിക്കാം എന്നങ്ങ് നിർത്തിയിട്ട് ഇപ്പൊ ഇതുവരെയ്ക്കും യാതൊരു അനക്കവും ഇല്ല. അവര് അവിടുന്ന് അയക്കേണ്ട ഡൽഹിയിലോട്ട് പേപ്പർ വിടേണ്ടത് പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സംഘടന ഉണ്ട്, ഒരു KMS എന്നുള്ള നമ്മുടെ സമുദായ സംഘടന. ഇപ്പൊ അവര് മാത്രം ഇതിന്റെ പുറകിൽ നിന്നിട്ട് മാക്സിമം പ്രസ് ചെയ്തിട്ട് അവരന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് എന്താണ് ഇതിന്റെ പ്രൊസീജിയർ, അതിന്റെ നടക്കുന്ന അപ്ഡേറ്റ് ചെയ്യുന്നത്, അതെല്ലാം അവര് മാത്രമാണ് ചെയ്യുന്നത്. വേറെ ആരും ഇപ്പം ഒന്നുമില്ല. ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ അവരെങ്കിലും ഉണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അടുത്ത ആഴ്ച ഈ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഡീനിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ അറ്റ്ലീസ്റ്റ് ചോദ്യം ചെയ്ത് അവരെ കസ്റ്റഡിയിൽ എടുക്കണം, റിമാൻഡിലെങ്കിലും ആക്കണം. ഇതിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് ഞാൻ പോകും. ക്ലിഫ് ഹൗസിൽ ആയിരിക്കും ഞാൻ പോകുന്നത് മിക്കവാറും. എനിക്ക് ഉറപ്പ് തന്നത് വേറെ ഒരു മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ് ഉറപ്പ് തന്നത്. എന്തുകൊണ്ട് പറ്റില്ല? എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ടൊന്നും യാതൊരു വിരോധമോ കാര്യമോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ഭരണം നടത്തുന്നു, ശരിയാണ്. ഞാൻ എന്റെ മകന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്നു. എനിക്ക് തന്ന ഉറപ്പ് എന്തുകൊണ്ട് പാലിക്കുന്നില്ല? അല്ലെങ്കിൽ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് വരെ വന്നിട്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടികളെ ഇതുവരെയ്ക്കും ചോദ്യം ചെയ്യുന്നില്ല? അക്ഷയെ ഇതുവരെയ്ക്കും ഒന്ന് തൊടുപോലും ചെയ്തിട്ടില്ല. അക്ഷയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ, MM മണിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇപ്പോഴും പണ്ടൊരു പോക്സോ കേസിലുണ്ടായിരുന്നു. അപ്പോഴും അക്ഷയെ പ്രതിയാക്കാതെ, പോലീസ് പ്രതിയാക്കാതെ, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ 4 വയസ്സുള്ള പെൺകുട്ടിയെ പോക്സോ കേസിൽ പീഡിപ്പിച്ചിട്ട് MM മണിയെ സംരക്ഷിച്ചുകൊണ്ട് പോയത്. അതേ MM മണിയാണ് ഇപ്പോഴും ഈ അക്ഷയെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ മടയിൽ കയറിയിട്ട് ഒരു പ്രതിയെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് ചങ്കുറപ്പുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കാണും, ഉറപ്പായിട്ടും കാണും. പക്ഷെ അതിനുള്ള ധൈര്യം കാണില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് അദ്ദേഹത്തിന് വീട്ടിൽ ഇരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സ്ഥലം മാറി പോകേണ്ടി വരും. അത് എനിക്ക് നല്ലവണ്ണം അറിയാം, എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. MM മണിയാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ അക്ഷയെ. എനിക്ക് അതിനൊന്നും എനിക്ക് വിഷയമില്ല, അത് അവരുടെ രാഷ്ട്രീയ കാര്യം. എനിക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സമരമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ആ മന്ത്രിയുടെ വസതിയിലോട്ട് തന്നെ പോകും. ഒരുപാട് നന്ദി ജയപ്രകാശ്.